Welcome back to another vlog. It's been a long time. I haven't posted any long video. So I thought ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. സോ രാവിലെ എണീച്ചു, ബ്രഷെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചായയെല്ലാം കുടിച്ച് പിന്നെ നോർമൽ ഹൗസ് ഹോൾഡ്. സോ ഇന്ന് കുറച്ച് ഹൗസ് ഹോൾഡ് വർക്ക്സും അതെല്ലാം ചെയ്യുന്ന ഇടയിൽ നിങ്ങളോടും കൂടി സംസാരിക്കാൻ വിചാരിച്ചു. സോ നാട്ടിലെല്ലാം പോയി വീഡിയോസെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഡ്യൂ ടു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിനെ കാരണം നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഈ കുറച്ച് നല്ല ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇന്ന് നമുക്ക് ഈ ക്ലീനിങ്ങും കാര്യമെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് പിന്നെ ഒരു ഷീന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പിന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഇന്ന് കുറച്ച് നല്ലോണം ലൈക്ക് യൂഷ്വലി വീക്കെൻഡ്സിൽ കുറച്ച് നല്ലോണം ലൈക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടാവലുണ്ട്. ബിക്കോസ് ആ ഒരു ഡേ ആണ് ലൈക്ക് കുറച്ച് നല്ല ഡീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഷീന്നുള്ള ഡെലിവറി അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറച്ച് ഒരു ടോപ്സ് പിന്നെ ഇങ്ങനെ ഉള്ള കുറച്ച് ഐറ്റംസാണ് ആക്ച്വലി. പിന്നെ ഒരു പാക്ക് ഡെലിവറി ആയിട്ടുണ്ടായിട്ട് പിന്നെ ഒരു പാക്ക് അത് കുറച്ച് ഡിലേ ആയി അത് വരാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പം അതിന് ആദ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ലോങ് മാക്സി ടൈപ്പ് ഡ്രസ്സാണ്. അപ്പം അതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് പ്ലെയിൻ ഒന്നുമില്ലാത്ത ലൈക്ക് സ്ലീവ്ലെസ് ഒരു ബ്ലാക്ക് ലോങ് ഡ്രസ്സ്. അപ്പം അതിൻ്റെ ക്വാളിറ്റിയും കുറച്ച് നല്ല അടിപൊളിയാണ്. ലൈക്ക് ആക്ച്വലി ആ ഒരു പ്രൈസ് ഞാൻ അറൗണ്ട് 20 or 25 dirhams പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇതിന് വേർത്തായിരുന്നു. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തൊരു ഷൂ സൂപ്പർ കംഫിയാണ്. ലൈക്ക് ഞാൻ 23 dirhams അറൗണ്ട് 23 dirhams ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ എമൗണ്ടിന് സൂപ്പർ ഡൂപ്പർ വേർത്തിട്ടാണ്. ആക്ച്വലി അത് ഞാൻ 1 week യൂസ് ആക്കി ഇപ്പോൾ ഓൾറെഡി. ബട്ട് ഈ 1 week യൂസ് ആക്കിയിട്ട് ലൈക്ക് സൂപ്പറാണ്. അപ്പം ലൈക്ക് നോർമലി ഓഫീസിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു നോക്കിയത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ വേറെ ഷർട്ടൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും സൂപ്പറായിരുന്നു. ബട്ട് കുറേ കമൻസ് കിട്ടിയ ഒരു ഷർട്ടായിരുന്നു അത്. പിന്നെ അതിൽ 2 ഫോൺ കേസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി ഒരു ഫോൺ കേസ് ഞാൻ സൈസ് ലൈക്ക് ആക്ച്വലി 15 Pro ആണ് എൻ്റെ ഫോൺ. ഞാൻ പർച്ചേസ് ചെയ്തത് 15 Pro Max ആയിപ്പോയി. കുറേ കാർട്ടിലിട്ട് വെച്ചൊരു കവറായിരുന്നു. ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി അത് വേറൊരു സൈസായിപ്പോയി. ഞാൻ എന്താ പറയുക സെലക്ട് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ഒന്ന് പ്ലെയിൻ ആക്ച്വലി ഞാൻ കുറച്ച് ക്രാഫ്റ്റിംഗ് ഇത് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടൊരു പ്ലെയിൻ സിലിക്കോൺ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്ന് ഞാൻ ഒരു ലൈക്ക് ബ്ലൗസ് ടൈപ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി അത് 20 dirhams അറൗണ്ട് ആയിരുന്നു. ഇപ്പം അതിൻ്റെ ക്ലോത്ത് ഞാൻ വേറൊരു ഡ്രസ് സ്റ്റൈലിങ്ങിന് വേണ്ടി വാങ്ങിയത്. അപ്പം ഭയങ്കര മോശമായിരുന്നു അതിൻ്റെ ക്ലോത്ത്, ഒട്ടും ഇഷ്ടമായില്ല. സോ അത് ഞാൻ റിട്ടേൺ ആക്കി. അതേപോലെ തന്നെ ഈ ഫോൺ കേസും ചേഞ്ചായി വന്ന ഫോൺ കേസും കൂടി ഞാൻ റിട്ടേൺ ആക്കി. പിന്നെ അതിൽ നിന്നൊരു കാർട്ടിയർ ടൈപ്പ് ലൈക്ക് ബാങ്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ല, ഇത്തിരി വലിയ സൈസായിരുന്നു. ബട്ട് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ കുറച്ച് റിംഗ് പാക്സാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിലും സൈസ് ഇത്തിരി വലുതായിരുന്നു. പിന്നെ ഞാൻ ബിക്കോസ് അതിലൊന്ന് സൈസ് സെലക്ട് ആകാൻ വേണ്ടി 1 size ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സൈസിങ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. യൂഷ്വലി എനിക്ക് റിങ്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം അതും കുറച്ച് വലുതായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കതൊരു എന്താ പറയുക ഒരു യൂസ് ചെയ്യാം, ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ അത് റിട്ടേൺ ആക്കിയിട്ടില്ല. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ റിങ്ങാണ്. ബട്ട് സൈസ് അത്ര പോരാത്തതുകൊണ്ട് ഞാനത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഒരു ഫോൺ ചാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ലൈക്ക് നമുക്ക് എല്ലാ ഈ ഫോൺ കേസിനും കൂടി ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ചാമ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇയറിങ്സ് വാങ്ങിന്. അപ്പം ആ ഒരു ഇയറിങ്സും കൂടിയാണ്. അപ്പം സൂപ്പർ കൺഫി ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഇതാണ്. ബട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ആക്ച്വലി. അടിപൊളിയാണ്. ലൈക്ക് 3 dirhams എങ്ങാണ്ട് ഉണ്ടായിട്ട് ബട്ട് സൂപ്പർ വർത്തിട്ടാണ്.
നമുക്ക് എല്ലാത്തിനും കൂടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയെല്ലാം പറ്റിയ അടിപൊളിയാണ്. അപ്പം അതെല്ലാം വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഷോർട്സ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ് റെഡിയായി നമ്മൾ എന്നിട്ട് പുറത്ത് പോയി. ആക്ച്വലി ഒരു വാച്ച് പർച്ചേസ് ചെയ്യാൻ പോയതാണ്, ഓഫർ ഉണ്ടെന്ന് കണ്ടിട്ട്. ബട്ട് അവിടെ ആ സ്റ്റാളിലുണ്ടായ ആളിന് കണക്കില്ല. നമുക്ക് അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് മാളിലെല്ലാം കറങ്ങി എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്.